16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനം അവസാനിച്ചു. എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ തുടങ്ങിയ സഭ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പിനും 10 വർഷത്തിന് ശേഷമുള്ള UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനത്തിനും ബജറ്റിനും സാക്ഷ്യം വഹിച്ചു. ഇതിനിടയിൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം സഭയുടെ മേശപ്പുറത്ത് വയ്ക്കുകയും ചെയ്തു. 102 സീറ്റുകളുമായി ഭരണപക്ഷത്തേക്കെത്തിയ UDFനെ നേരിടാൻ എതിർവശത്ത് LDFന്റെ 35ഉം BJPയുടെ 3 അംഗങ്ങളാണുള്ളത്. ആദ്യ സമ്മേളനത്തിൽ രാഷ്ട്രീയ വിജയം ആർക്കായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഭരണപക്ഷത്തിനെന്ന് നിസ്സംശയം പറയാം. സഭയിൽ ഏതെങ്കിലും ഘട്ടത്തിൽ UDFനെ പ്രതിരോധത്തിലാക്കാൻ LDFന് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഉണ്ടെങ്കിലും ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. 10 വർഷം മുൻപ് മുഖ്യമന്ത്രിയായി സഭയിലെത്തി കത്തിക്കയറിയിരുന്ന പിണറായിയുടെ നിഴൽ മാത്രമാണ് ഇന്ന് കാണാനാകുന്നത്. കഴിഞ്ഞ 10 വർഷവും അംഗബലം കുറവെങ്കിലും പ്രതിപക്ഷം എന്ന നിലയിൽ UDF മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് കേരളം കണ്ടത്. പ്രത്യേകിച്ച് VD സതീശൻ നയിച്ച കഴിഞ്ഞ 5 വർഷം. അതുമായി താരതമ്യം ചെയ്താൽ വളരെ ദയനീയമാണ് നിലവിലെ LDFന്റെ പ്രകടനം. പിണറായി കഴിഞ്ഞാൽ KN ബാലഗോപാൽ, K രാജൻ, P പ്രസാദ്, സജി ചെറിയാൻ എന്നിവരാണ് സഭാ നടപടികളിൽ കാര്യമായ അനുഭവ പരിജ്ഞാനമുള്ളവർ. ഭരണപക്ഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ യാതൊരു ഐഡിയയും ഇല്ലാതെയാണ് ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ പ്രതിപക്ഷം കടന്നുപോയത്. UDFന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് അവരുടെ നായകൻ മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ നേതാവായി തിളങ്ങിയ സതീശനെ പൂട്ടാൻ അന്ന് ഭരണപക്ഷത്തായിരുന്ന LDFന് സാധിച്ചിരുന്നില്ല. ഇന്ന് മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന സതീശനോട് ഒന്നും മുട്ടി നിൽക്കാൻ പോലും പ്രതിപക്ഷമായ LDFന് കഴിയുന്നുമില്ല. പ്രതിപക്ഷ നേതാവായിരുന്ന സതീശനെ നേരിട്ട അതേ തന്ത്രത്തോടെയാണ് മുഖ്യമന്ത്രിയായ സതീശനെയും LDF, പ്രത്യേകിച്ച് CPM നേരിടുന്നത് എന്നതാണ് അവരുടെ ഒന്നാമത്തെ പരാജയം. സഭയിൽ മുഖ്യമന്ത്രി എപ്പോഴൊക്കെ സംസാരിക്കാൻ എണീറ്റാലും അപ്പോഴെല്ലാം CPMന്റെ ഓരോ കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരും. അതിലൂടെ സർക്കാരിനെതിരായ പ്രതിപക്ഷ നെറേറ്റീവുകളാണ് നിർവീര്യമാകുന്നത്. ഇക്കഴിഞ്ഞ സഭയിൽ ഏറെ ചർച്ചയായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി നിശ്ചയിച്ച് നൽകിയതായിരുന്നല്ലോ. അതിൽ വലിയ അഴിമതിയാണ് പ്രതിപക്ഷം ഉയർത്തിയത്. ഇക്കാര്യത്തിൽ സതീശനെ ഒറ്റപ്പെടുത്തി കുറ്റക്കാരനാക്കാനായിരുന്നു ശ്രമം. എന്നാൽ ഇതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ CPM ശരിക്കും തുറന്നു കാട്ടപ്പെട്ടു. 2ാം പിണറായി സർക്കാരിൽ ആദ്യം എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദനാണ് വീര്യം കുറഞ്ഞ മദ്യമെന്ന കാറ്റഗറിക്ക് തുടക്കമിട്ടതെന്ന് രേഖകൾ സഹിതമാണ് സതീശൻ പുറത്തുവിട്ടത്. അതോടെ ആ ആരോപണം CPMന് ബൂമറാങ് ആകുന്നതാണ് പിന്നീട് കണ്ടത്. UDFൽ ചർച്ച ചെയ്ത് വീര്യം കുറഞ്ഞ മദ്യം വിൽക്കാൻ തീരുമാനിച്ചാൽ അത് വിറ്റിരിക്കുമെന്ന ഉറച്ച ശബ്ദത്തിലുള്ള മറുപടി പ്രതിപക്ഷത്തിന് മാത്രമല്ല, അത് കോൺഗ്രസിലെ വിമർശകർക്കും കൂടി ഉള്ളതായിരുന്നു. ഇക്കാര്യത്തിൽ കോൺഗ്രസിനുള്ളിൽ സതീശനെതിരെ ഉയർന്ന വിമർശനങ്ങളും പതിയെ കെട്ടടങ്ങി. അങ്ങനെ ഓരോ വിഷയങ്ങളിലും CPMനെ തലങ്ങും വിലങ്ങും ആക്രമിക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. പല ഘട്ടങ്ങളിലും പിണറായി സതീശനുമായി ഏറ്റുമുട്ടാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ നിരായുധനായി മാറി. സതീശന്റെ ശക്തമായ മറുപടികൾക്കും വിമർശനങ്ങൾക്കും മുന്നിൽ പ്രതിപക്ഷത്തിന് പിടിച്ചു നിൽക്കാനാകാത്ത അവസ്ഥയാണുള്ളത്. സഭാ സമ്മേളനത്തിന്റെ അവസാന 2 ദിവസങ്ങളിലും നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ നിൽക്കാതെ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോകുന്ന പ്രതിപക്ഷത്തെയാണ് കണ്ടത്. മുഖ്യമന്ത്രി മാത്രമല്ല, UDF നിരയിലെ എല്ലാവരും പ്രതിപക്ഷത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു ഈ സമ്മേളനത്തിൽ. അതിന് പറ്റിയ ഒരു കൂട്ടം MLAമാരാണ് ടീം UDFലുള്ളത്. VT ബൽറാം, സന്ദീപ് വാര്യർ, രമേഷ് പിഷാരടി, അബിൻ വർക്കി, ഫാത്തിമ തെഹ്ലിയ, PK ഫിറോസ്, മുഹമ്മദ് ഷിയാസ്, അങ്ങനെ ഒരു നീണ്ട നിര. ഇവരോടൊന്നും പിടിച്ചു നിൽക്കാൻ മാത്രം കഴിവുള്ളവർ മറുവശത്തില്ല. കോൺഗ്രസിന്റെ ഉൾപ്പെടെ മന്ത്രിമാരിൽ നല്ലൊരു പങ്കും ആ നിലയിൽ പുതുമുഖങ്ങളാണ്. എന്നാൽ അതിന്റെ യാതൊരു പ്രശ്നങ്ങളും അവരുടെ പ്രസംഗങ്ങളിലോ മറുപടികളിലോ കാണാനാകുന്നില്ല. തഴക്കവും വഴക്കവും വന്നവരെ പോലെയാണ് മന്ത്രിമാരുടെ പ്രവർത്തനവും പ്രസംഗങ്ങളും. തങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഇവർ ഓരോരുത്തരും പ്രതിപക്ഷപഥം കൃത്യമായി നിർവഹിക്കുന്നുമുണ്ട്. ഇവരെ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷവും അതിന് നേതൃത്വം കൊടുക്കുന്ന CPMഉം. പ്രതിപക്ഷ ഉപനേതൃപദവി സംബന്ധിച്ച് CPMഉം CPIയും അടിയിലാണ്. അതിനാൽ ഈ സമ്മേളന കാലയളവിൽ LDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ സഭയിൽ സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ച് കൃത്യമായ പ്ലാൻ അവർക്ക് തയ്യാറാക്കാനും സാധിച്ചിരുന്നില്ല. ശക്തമായ പ്രതിപക്ഷത്തെ ഈ വിധത്തിൽ നേരിടാനുള്ള പ്രതിപക്ഷ നീക്കം ആരുടെ ബുദ്ധിയിൽ ഉദിച്ചതെന്ന ചോദ്യമാണ് ഉയരുന്നത്. വരുന്ന സമ്മേളനങ്ങളിലും ഇതാണ് പ്രതിപക്ഷത്തിന്റെ സ്ട്രാറ്റജിയെങ്കിൽ ദയനീയമായിരിക്കും അവസ്ഥ എന്നതിൽ സംശയമില്ല.